അപ്പം നമ്മുടെ ഇന്നത്തെ കഥക്കൊരു പ്രത്യേകതയുണ്ട്. ഈ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ് ഒരു കിഡിലൻ സാധന. അതെന്താണെന്നും ഏതാണെന്നും നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഒരു ദിവസം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാണ്ട് പെട്ടുകിടക്കുക എന്ന് വിചാരിക്കുക. വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിക്കാനും പറ്റുന്നില്ല, ജനാല കുത്തിപ്പൊളിക്കാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. എത്ര ശ്രമിച്ചാലും ഡോറ് പൊളിയുന്നില്ല, ജനാലയും പൊളിയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യും? ഇതാണ് ഈ സിനിമയുടെ ഒരു വൺ ലൈൻ. ഇത്ര മാത്രമേ തൽക്കാലം പറയാൻ പറ്റുള്ളൂ, ബാക്കി നിങ്ങളായിട്ട് കണ്ടറിയാം. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. അതിനുമുമ്പ് ചെറിയൊരു കാര്യം പറയാണ്ട്, എൻ്റെ വീഡിയോ കാണുന്ന കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. സംഭവം വേറൊന്നുമില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടാറ് മോഷണ സിനിമകൾക്കാണ്. അത് മാത്രം കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് ബോറടിക്കത്തില്ലേ? അതുകൊണ്ടാണ് ഞാൻ പല കാറ്റഗറിയിലുള്ള സിനിമകൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളാണെങ്കിൽ അത് വല്ലാണ്ട് മൈൻഡ് ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു കിഡിലൻ ടൈം ട്രാവൽ സിനിമ ഞാൻ ചെയ്തിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളുടെ ചാനൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഈ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുക, കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്ര മാത്രമേ തൽക്കാലം ഞാൻ പറയുന്നുള്ളൂ. നേരെ സിനിമയിലേക്ക് കടക്കാം. ലണ്ടൻ, അവിടെയാണ് ഈ കഥയുടെ ആരംഭം. ഇവനാണ് ജെയ്സൺ, ഈ കഥയിലെ പ്രധാന കഥാപാത്രം. പുള്ളിക്കാരനൊരു ഒന്നാന്തരം മീൻപിടുത്തക്കാരനാ. ഫിഷിങ്ങിനെ കുറിച്ച് അവൻക്കറിയാത്തതായിട്ടൊന്നുമില്ല. കടലിനെക്കുറിച്ച് പഠിക്കലാണ് അവൻക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഇനി ജെയ്സൺ എന്താണ് പണിയെന്ന് ചോദിച്ചാൽ, തൽക്കാലം ജോലിയൊന്നുമില്ല, മീൻ പിടിക്കും, വിൽക്കും, ക്യാഷ് ഉണ്ടാക്കും. ഇതാണ് പ്രധാന പരിപാടി. പിന്നെ അവനൊരു എഞ്ചിനീയറും കൂടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ലൊരു മഴ വരുന്നത്. കാലാവസ്ഥ മോശമാവാൻ തുടങ്ങുന്നു. ഇത് കണ്ടേക്ക് ജെയ്സൺ വേഗം തന്നെ വീട്ടിലോട്ടാണ് തിരിച്ചു പോകുന്നത്. കനത്ത കാറ്റും മഴയുണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാ ന്യൂസിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവൻ താമസിക്കുന്ന നെയ്ബർഹുഡ്. അയൽക്കാരായിട്ട് കുറേ വീടുകളുണ്ട്. പക്ഷെ ആർക്കും അങ്ങനെ അന്വേഷിക്കാനോ സംസാരിക്കാനോ ഒന്നിനും സമയമില്ല. സ്വന്തം ലൈഫും കൊണ്ട് മുന്നോട്ട് പോവുക, അത്രയേ ഉള്ളൂ. ഈ സമയത്താണ് ഇവരുടെ അയൽക്കാരി ഓടാൻ പോകുന്നത്. ബാക്കിയുള്ളവരാണെങ്കിൽ വേഗം തന്നെ വീട്ടിലോട്ടാണ് കയറുന്നത്. എപ്പോഴാണ് മഴ വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. ഫ്ലഡിന് വരെ സാധ്യതയുണ്ടെന്നാ ന്യൂസിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ക്രിസ്മസിൻ്റെ സമയമാണ്. അപ്പോഴാണ് ഒടുക്കത്തൊരു മഴ. അങ്ങനെ മഴ പെയ്യാൻ ആരംഭിച്ചു. ജെയ്സൺ അകത്ത് കയറുന്നു. ആ സമയത്താണ് ആരും ശ്രദ്ധിക്കാത്തൊരു പ്രതിഭാസം അവിടെ അരങ്ങേറുന്നത്. മഴത്തുള്ളികളെല്ലാം ചേർന്ന് ഒരു പാമ്പഴഞ്ഞു പോകുന്നത് പോലെ ലോക്കിൻ്റെ അകത്തോട്ടങ്ങ് കയറുന്നു. ഇതാണ് കേസി. ഇവൻക്ക് നല്ല പ്രായമുണ്ട്, അതും പോരാണ്ട് ഹാർട്ട് കണ്ടീഷനും ഉണ്ട്. ഇതാണ് ജെയ്സന്റെ ഭാര്യ ആൻ. പിന്നെ രണ്ട് കുരിപ്പുകളുണ്ട്, ഗ്രഹാം, റൈലി. ഇവരുടെ ഫാമിലിയുടെ ആ ഒരു ബോണ്ട് ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ. അങ്ങനെ ഈ സമയത്താണ് വൈഫൈ കട്ടാവുന്നത്. പിള്ളേരാണെങ്കിൽ ആകെ ഭ്രാന്ത് കയറിയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ വീടിനെ കുറിച്ച് പറയുന്നത്. വീടിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. അവിടെ ഇവിടെ ആയിട്ട് ഫുള്ള് ക്രാക്കാ. എപ്പോൾ വേണേലും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. ചിമ്മിനിയുടെ കാര്യമാണെങ്കിൽ പറയാൻ വേണ്ട. മെയിനായിട്ട് ക്രാക്ക് വന്നിട്ടുള്ളത് അവിടെയാണ്. തൽക്കാലം മാറി താമസിക്കുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് ചെയ്യാനുള്ള ഏക കാര്യം. പക്ഷെ അതിനുള്ള ഫണ്ട് അവരുടെ കയ്യിലില്ല. സോ വരുന്നോടത്ത് വെച്ച് കാണാമെന്നും കരുതി മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഈ സമയത്താണ് പിള്ളേർ കിടന്ന് ബഹളം വെക്കുന്നത്. അവർക്ക് ക്രിസ്മസ് ട്രീ വേണമെന്നും പറഞ്ഞിട്ട്. പിന്നെ അവരൊന്നും നോക്കിയില്ല. എല്ലാവരും റെഡിയാവുന്നു, പോവാൻ നിൽക്കുന്നു. അങ്ങനെ റൈലിയും ഗ്രഹാമും കൂടെ ഡോർ തുറക്കാൻ നോക്കുന്നു. എന്നാൽ തുറയുന്നില്ല. ലോക്ക് ചെയ്തിട്ടില്ല. ഡോർ നോബിന് യാതൊരു പ്രശ്നവുമില്ല, ഒന്നുമില്ല. പക്ഷെ തുറക്കുന്നില്ല. എത്ര ശക്തിയിൽ വലിച്ചിട്ടും തുറയുന്നില്ല. പിള്ളേരപ്പം തന്നെ അച്ഛനോട് പറയുന്നു. അങ്ങനെ ജെയ്സൺ തുറക്കാനായിട്ട് കുറേ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല. ഇത് കണ്ടേക്ക് ജെയ്സൺ ബാക്ക് ഡോർ ഒന്ന് ട്രൈ ചെയ്യുന്നു. എന്നാൽ ഇതേ സെയിം അവസ്ഥയാണ് അവിടെയും. അവിടെ മാത്രമല്ല, പുറത്തേക്ക് കടക്കാനുള്ള ഏതൊരു ഡോറും ജനാലയും ഇതേ സെയിം അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇവരെത്ര ശ്രമിച്ചിട്ടും തുറക്കാൻ സാധിക്കുന്നില്ല. ഇവരാകെ പാനിക്കാവാൻ തുടങ്ങുന്നു. ജെയ്സൺ ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ചവിട്ടിപ്പൊളിക്കാനാണ് നോക്കുന്നത്. എന്നിട്ടും തുറയുന്നില്ല. അങ്ങനെ ജെയ്സൺ ആർക്കേലും വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുന്നു. എന്നാൽ സിഗ്നലും ഇല്ല, വൈഫൈയും ഇല്ല. പിന്നെ ജെയ്സൺ ഒന്നും നോക്കിയില്ല. കമ്പിയെടുക്കുന്നു, ജനാല തല്ലി പൊട്ടിക്കാൻ നോക്കുന്നു. എത്ര അടിച്ചിട്ടും ചിന്നൽ വരികയെന്നല്ലാണ്ട് പൊളിയുന്നില്ല. ഒരു കമ്പി കൊണ്ടാണ് അടിക്കുന്നത്. എന്നിട്ടും ഒരു രക്ഷയില്ല. ഒരു വിൻഡോ എന്നല്ല, എല്ലാ വിൻഡോസിന്റെ അവസ്ഥ ഇതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരാരും കാണാത്തൊരു പ്രതിഭാസം അവിടെ അരങ്ങേറുന്നത്. നേരത്തെ കണ്ടതുപോലെ മഴത്തുള്ളികൾ ജനാലയുടെ ചിന്നിയ ഭാഗത്ത് യോജിക്കാൻ ആരംഭിക്കുന്നു. മഴ വരെ മനഃപൂർവ്വം പൂട്ടിയിടുന്നത് പോലെ ജനാലയുടെ ഓരോ ഗ്യാപ്പിലും വെള്ളം വന്ന് ഫില്ലാവുന്നുണ്ട്. ഇതൊന്നും അറിയാണ്ട് ജെയ്സൺ ഫ്രണ്ടീത്തെ വിൻഡോ അങ്ങ് തകർക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് അയൽക്കാരൻ സിഗ്നൽ കൊടുക്കുന്നത്. അതും ജസ്റ്റ് ഒരു കണ്ണാടി കൊണ്ട്. അപ്പോഴാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്.
ഇവര് മാത്രമല്ല വീടിനകത്ത് കുടുങ്ങിയിരിക്കുന്നത്, തന്റെ അയൽക്കാരും ഇതേ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഈ സമയത്താണ് ഓടാൻ പോയ സ്ത്രീ തിരിച്ചു വരുന്നത്. പുറത്തുനിന്ന് അവളുടെ വീട് തുറക്കാനും പറ്റുന്നില്ല. അവളുടെ ഭർത്താവാണെങ്കിൽ പെട്ടിരിക്കാനകത്ത്. സോ അവര് വേഗം തന്നെ പോലീസിനെ വിളിക്കാൻ പോകുന്നു. അപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് ആശ്വാസമാവുന്നത്. ഇതിൻ്റെ ഇടയിൽ അയൽക്കാരെല്ലാവരും കൂടെ ബോർഡിൽ എഴുതി സംസാരിക്കാൻ തുടങ്ങുന്നു. അതല്ലാതെ അവർക്ക് വേറെ മാർഗമില്ല. ഇതാണ് റിച്ചാർഡ്സൺ. പുള്ളിക്കാരനൊരു ഡെന്റിസ്റ്റാണ്. അയാളും അയാളുടെ വൈഫും മാത്രമാണ് വീട്ടിലുള്ളത്. രണ്ടുപേരും വയസ്സായ ആൾക്കാരാ. ഈ റിച്ചാർഡ്സിന്റെ അപ്പുറത്ത് താമസിക്കുന്ന ഫാമിലിക്ക് ഒരു ബോട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്താണെങ്കിൽ ഒരു വൺ നൈറ്റ് സ്റ്റാൻഡിന് വേണ്ടി വന്നതാ, പക്ഷെ കുടുങ്ങിപ്പോയി. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചർച്ച ചെയ്യാൻ ആരംഭിക്കുന്നു. ഏലിയൻസ് ആണോ ഗവൺമെന്റ് ആണോ ഒന്നും മനസ്സിലാവുന്നില്ല. ഇവരുടെ സ്ഥലം മാത്രമാണോ അല്ലെങ്കിൽ ലോകം മൊത്തം ഇങ്ങനെയാണോ അതും അറിയില്ല. ഇതേ സമയം ജെയ്സന്റെ ഗാരേജ് ആണ് കാണിക്കുന്നത്. അതിൽ കൂടെ പുറത്ത് കടക്കാനായിട്ട് കുറെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ യാതൊരു കാര്യമില്ല. അപ്പോഴാണ് താൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാറ് കാണിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ബിൽഡ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അങ്ങനെ കാത്തിരുന്ന് രാത്രിയായി. പോലീസിനെ വിളിക്കാൻ പോയ സ്ത്രീ ഇത്രയും നേരമായിട്ടും തിരിച്ചെത്തിയിട്ടില്ല. ഒരു വിധത്തിലാണ് പിള്ളേരെ പറഞ്ഞ് ഓക്കെയാക്കുന്നത്. ചെറിയ പിള്ളേരാ, പാനിക്കായ ചിലപ്പോൾ കയ്യിന്ന് പോവും. ഈ സമയത്താണ് റൈലി ഒരു കാര്യം പറയുന്നത്. അച്ഛാ, ഇന്നത്തെ മഴ എനിക്കത്ര നോർമലായി തോന്നിയില്ല. ഇത് കേട്ടേക്ക് ജെയ്സൺ അങ്ങനെയൊന്നുമില്ലാന്നും പറഞ്ഞ് റൈലിയെ ഉറക്കുന്നു. പിള്ളേരുടെ മുമ്പിൽ കഷ്ടപ്പെട്ടാണ് ആൻ പിടിച്ചു നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെയ്സൺ അവൻ്റെ കയ്യിലെ ഗണ്ണങ്ങ് കാണിച്ചു കൊടുക്കുന്നത്. ഗണ്ണ് വാങ്ങിച്ച കാര്യം ഇപ്പോഴാണ് ആൻ അറിയുന്നത്. ജെയ്സ, എന്ത് ഇതൊക്കെ? അറിയില്ല. 2 ദിവസമായിട്ട് എനിക്കെന്തോ ഒരു ബാഡ് ഫീലിംഗ്. അതുകൊണ്ട് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാ. അങ്ങനെ വീണ്ടും സമയം പോകുന്നു. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പോഴാണ് വീടിൻ്റെ പുറത്തായിട്ട് ഒരു നിഴൽ കാണിക്കുന്നത്. പക്ഷെ ആരും അത് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ അന്ന് രാത്രി ഡോറെല്ലാം ഡ്രില്ല് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് ഒരു മാരക കാഴ്ച കാണുന്നത്. ഒരു വിധത്തിലാണ് ഡോറിനൊരു ഓട്ടയുണ്ടാക്കുന്നത്. എന്നാൽ മഴ ഒരു പശ പോലെ ആ ഓട്ടേനെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നു. വീടിന് ചുറ്റും ഒരു തരം ബാരിയർ പോലെ. ഇത് കണ്ടേക്ക് ജെയ്സൺ ഒരു കാര്യം മനസ്സിലായി. ഇവരെ വീടിനകത്ത് കീപ്പ് ചെയ്യുന്നത് എന്താണേലും ശരി, അത് മാൻമെയ്ഡ് അല്ല. അങ്ങനെ ജെയ്സൺ വീടിന്റെ പല സൈഡിലായിട്ട് പൊളിച്ചു വെക്കുന്നു. സ്റ്റിൽ അതേ കാഴ്ചയാണ് കാണുന്നത്, അടിയിലായാലും ചുവരിലായാലും. ഇതൊക്കെ കണ്ടേക്ക് ജെയ്സനും മാനും ആകെ ഷോക്കായിട്ടിരിക്കുകയാണ്. ലൈഫിൽ ഇന്നേ വരെ കാണാത്ത കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മഴയാണല്ലോ പ്രശ്നം. സോ മഴ തീരാൻ വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി, ഡേ 2. മഴ മാറി വെയിൽ വന്നു. പക്ഷെ വാതിൽ തുറക്കുന്നില്ല. ഇതോടുകൂടെ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇതിപ്പോഴൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്ന്. ചുരുക്കി പറഞ്ഞ വാട്ടർ, ഫുഡ്, ഗ്യാസ്, കറണ്ട് അങ്ങനെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോയില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കയ്യിന്ന് പോവും. അതുമാത്രമല്ല, ചെറിയ പിള്ളേരാ, അവർക്ക് ഈ കാര്യങ്ങളുടെ ഗൗരവമൊന്നും അറിയില്ല. സർവൈവിങ് എന്താന്ന് പഠിച്ചിട്ടില്ല. അങ്ങനെ നല്ല രീതിയിൽ ഫണ്ണായിട്ട് അവരെ പാനിക്കാക്കാതെ ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നു. റേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം, വാട്ടർ എങ്ങനെ യൂസ് ചെയ്യാം, എന്തിന് സ്വന്തമായിട്ട് ബ്രഷ് ചെയ്യാൻ വരെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം ദിവസം പോകുന്തോറും അവർ വല്ലാതെ ടെൻഷനാവാൻ തുടങ്ങുന്നു. എക്സോസ്റ്റഡ് ആവുന്നു. തങ്ങളുടെ ടെൻഷൻ കുട്ടികളെ അറിയിക്കാതിരിക്കാൻ അവർക്ക് ഓരോ ആക്ടിവിറ്റീസ് വീതം കൊടുത്തോണ്ടിരിക്കുന്നു. അച്ഛൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ടായ ഫിഷിങ്ങിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് മീൻ നന്നാക്കുക, കട്ട് ചെയ്യുക എന്ന് വേണ്ട സകലമാന കാര്യങ്ങളും പുള്ളിക്കാരൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതും റൈലിയുടെ ഡോള് വെച്ചിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെയ്സൺ റിച്ചാർഡ്സണുമായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നത്. വല്ലപ്പോഴും സംസാരിച്ചിരുന്ന അയൽക്കാർ ഇങ്ങനൊരു ഘട്ടം വന്നപ്പോൾ കൂടുതലായിട്ട് അടുക്കാൻ തുടങ്ങി. അത് പിന്നെ അങ്ങനെയാണല്ലോ. വീടിൻ്റെ പുറത്തിറങ്ങാൻ പറ്റാണ്ട് എല്ലാവരും വല്ലാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ ജെയ്സൺ പറയാണ്, ഇവിടെ മാത്രമാണോ ഈ ഒരു അവസ്ഥ എന്നുള്ളത് അറിയണം. അതിനുത്തരം കിട്ടാൻ ഒരേ ഒരു മാർഗം മാത്രം, നെയ്ബേഴ്സ്. ഇവിടുന്ന് റിച്ചാർഡ്സിനോട് ചോദിക്കുക, റിച്ചാർഡ്സൺ അപ്പുറത്തുള്ള ആളോട് ചോദിക്കുക. ഇതിങ്ങനെ ചോദിച്ചു പോവുക. ഇതേ സമയം മേനാണെങ്കിൽ അവർക്ക് കഴിക്കാനുള്ള ടൊമാറ്റോ കട്ട് ചെയ്തതിനു ശേഷം അതിന്റെ സീഡ്സ് എല്ലാം ഭദ്രമായിട്ട് എടുത്തു വെക്കുന്നു. എപ്പോഴാണ് ആവശ്യം വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റിച്ചാർഡ്സൺ ഞെട്ടിക്കുന്നൊരു കാര്യം പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് 5 ബ്ലോക്ക് വരെ ആർക്കും വീടിന്റെ പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. അതിന്റെ അപ്പുറത്തോട്ട് എങ്ങനെയാന്ന് ആർക്കും അറിയില്ല. ചുരുക്കി പറഞ്ഞ സിറ്റി മുഴുവൻ ഇത് തന്നെയായിരിക്കും അവസ്ഥ. ഇതെത്ര നാൾ നീണ്ടു പോകുന്നുള്ളത് അറിയില്ല. അങ്ങനെ ഈ സമയത്താണ് റിച്ചാർഡ്സൺ മറ്റൊരു കാര്യം പറയുന്നത്. അങ്ങേരുടെ കയ്യിൽ വേണ്ടത്ര ഫുഡില്ല. ഫുഡ് കഴിഞ്ഞാൽ വിശന്ന് ചാവും. ഷെയർ ചെയ്യാന്ന് വെച്ചാൽ അതിനും മാർഗമില്ല. ഇതൊക്കെ കാണുമ്പോൾ ജെയ്സൺ ആണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. അങ്ങനെ 2 ആഴ്ചകൾക്ക് ശേഷം റൈലിയാണെങ്കിൽ കുറെ പടം വരക്കുന്നു. അതും ഒരു പ്രത്യേകതരം രൂപത്തെയാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ആ രൂപമാണ് നേരത്തെ കണ്ട നിഴല്. ആ നിഴലിനെ റൈലി പലപ്പോഴായിട്ട് കാണുന്നുണ്ട്. അപ്പോഴാണ് എഴഞ്ഞുകൊണ്ടിരിക്കുന്ന മഴത്തുള്ളി അവളുടെ ശ്രദ്ധയിൽ പെടുന്നത്.
ഇത് കണ്ടേക്ക് റൈലിയാണെങ്കിൽ അവളുടെ പെൻസിൽ കൊണ്ട് ചുമ്മാ വരച്ചു നോക്കുന്നു. ആ പെൻസിൽ കൊണ്ടുപോകുമ്പോൾ അതിന്റെ പിന്നാലെ വരികയാണ് ആ മഴത്തുള്ളി. അത് കാണാൻ തന്നെ ഭയങ്കര രസാ. അങ്ങനെ ഈ സമയത്താണ് ജെയ്സൺ പാട്ടും വെച്ച് കുട്ടികളെ എന്റർടൈൻ ചെയ്യുന്നത്. ഡാൻസും പാട്ടൊക്കെ ആയിട്ട് മാക്സിമം ടെൻഷൻ കുറക്കാനാ അവരുടെ പ്ലാൻ. പക്ഷെ റൈലിയാണെങ്കിൽ വീണ്ടും വീണ്ടും ആ രൂപത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. മഴയുള്ളപ്പോൾ മാത്രമാണ് ആ രൂപം പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ ഓരോ ദിവസവും കടന്നു പോകുന്നു. എൻ്റർടൈൻമെൻറ്റ്, എക്സസൈസ്, റീഡിംഗ്, റൈറ്റിംഗ്, ഡ്രോയിങ്, അങ്ങനെ പലതുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. ഓരോ വെജിറ്റബിൾസിൻ്റെയും സീഡ് വെച്ചിട്ട് പുതിയൊരു ഫാമാണ് ഉണ്ടാക്കുന്നത്. അതൊരു ചെറിയ ഫാമാണ് ട്ടാ. ഗ്രോ ചെയ്ത് വരാൻ തന്നെ നല്ല സമയമെടുക്കും. ഇതിൻ്റെ ഇടയിൽ ജെയ്സൺ അവർക്ക് മുന്നോട്ട് പോകാനുള്ള പല കാര്യങ്ങളും നിർമ്മിക്കാൻ തുടങ്ങുന്നു. പുള്ളിക്കാരനൊരു ഫിഷർമാൻ മാത്രമല്ല, നല്ലൊരു എഞ്ചിനീയറും കൂടിയാണ്. അങ്ങനെ ക്രിസ്മസ് ആയി. എല്ലാവരും കൂടെ വീടിനകത്തുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നു, ആഘോഷിക്കുന്നു. അയൽക്കാരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മാസം കടന്നു പോകുന്നു. നല്ല മഴയാണ്. റൈലി കാണുന്ന ആ രൂപം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ഹായ്, അവള് വീണ്ടും വന്നല്ലോ. ആര്? റെയിൻ വോക്കർ. റെയിൻ വോക്കർ എന്നൊക്കെയാണ് അവൾ അതിന് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ ഗ്രഹാം ഈ റെയിൻ വോക്കറിനെ കാണുന്നു. പക്ഷെ ഇവൻക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. സോ വല്ല മൃഗങ്ങളാകാം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അങ്ങനെ റൈലി റെയിൻ വോക്കറിന്റെ കാര്യം തന്റെ പേരൻസിനോട് പറയുന്നു. ജെയ്സൺ ആണെങ്കിൽ ഭ്രാന്ത് കയറിയിട്ടാണ് ഇരിക്കുന്നത്. ഒരു മാസമായിട്ട് പെട്ട് കിടക്കാൻ. അതിൻ്റെ ആ ഒരു ദേഷ്യമുണ്ട്. വെജിറ്റബിൾ അല്ലാണ്ട് ഒന്നും കഴിക്കാനുമില്ല. അങ്ങനെ ജെയ്സൺ അതൊരു തോന്നലാന്നും പറഞ്ഞ് റൈലിയെ വഴക്ക് പറയുന്നു. എന്നാൽ ആൻ ആ സിറ്റുവേഷൻ നല്ല രീതിയിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ രാത്രിയായി. അപ്പോഴാണ് ഒരു വൂൾഫ് ഡോഗ് അവരുടെ മുറ്റത്തോട്ട് വരുന്നത്. ഇത് കണ്ടേ ക്യാം പറയാണ്, ഈ ലോകം ഒരു കപ്പലായിരുന്നു. ആ കപ്പലിന്റെ കപ്പിത്താനായിരുന്നു മനുഷ്യർ. പൊല്യൂഷൻ, വേസ്റ്റ്, ഡീഫോറസ്റ്റേഷൻ അതൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഈ ലോകം ദേ ഇവരുടെയാ. ഭൂമിയെ നശിപ്പിക്കാത്ത മൃഗങ്ങളുടെ. ഒരു കണക്കിന് പറഞ്ഞ ആന് പറയുന്നതിലും കാര്യമുണ്ട്. മനുഷ്യരാണ് ഈ ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അതേ മനുഷ്യർ പ്രിസണേഴ്സിനെ പോലെ സ്വന്തം വീടിനകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. പിള്ളേർക്കുള്ള ക്രിസ്മസ് ഗിഫ്റ്റാണ് കൊടുക്കുന്നത്. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ വീടിനകത്തുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. ആപ്പിള്, പാത്രം, പിയാനോ ബുക്ക് ഇതൊക്കെയാണ് കൊടുക്കുന്നത്. ആൻഡ് ആനിന് വേണ്ടി ഇവരൊരു ഗിഫ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അവൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആദ്യത്തെ ടൊമാറ്റോ. അത് കണ്ടേ ക്യാനാണെങ്കിൽ ഭയങ്കര ഹാപ്പി. അപ്പോഴാ റൈലി വല്ലാത്തൊരു കാഴ്ച കാണുന്നത്. റിച്ചാർഡ്സന്റെ ഭാര്യ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഓൾറെഡി ഫുഡ് കുറവാന്ന് റിച്ചാർഡ്സൺ പറഞ്ഞിട്ടുണ്ട്. സോ വിശന്നില്ലാണ്ടായിട്ടാ അവരുടെ മരണം. ഇനിയിപ്പോൾ റിച്ചാർഡ്സൺ മാത്രമാണ് ബാക്കിയുള്ളത്. ആ സ്ത്രീയുടെ മരണം പിള്ളേർക്ക് കൊടുക്കുന്നത് വല്ലാത്തൊരു ഹോണ്ടിങ് ഫീലാണ്. ആനും ജെയ്സനും എന്താ പറയേണ്ടതെന്നറിയില്ല. പിള്ളേരാകെ പേടിച്ചിരിക്കെ. ഈ ഫുഡില്ലാത്ത അവസ്ഥ നാളെ ഇവർക്കും വന്നേക്കാം. ഇതിൻ്റെ ഇടയിലാണ് കാസിന്റെ മെഡിസിൻ കഴിയുന്നത്. അവനൊരു ഹാർട്ട് കണ്ടീഷൻ ഉണ്ടല്ലോ. സോ മരുന്നില്ലാണ്ട് അവൻക്ക് അധികകാലം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ രാത്രിയായി. എല്ലാവരും കിടന്നു. എന്നാൽ റൈലി തൻ്റെ പാവകളെ എടുക്കാൻ വേണ്ടി ഹോളിലേക്ക് വരുന്നു. അപ്പോഴാണ് പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ച കാണുന്നത്. ഒരു മാസത്തിന് ശേഷം ഓടാൻ പോയ നെയ്ബർ തിരിച്ചു വരുന്നു. അതും കത്തിയും കൊണ്ട്. അവളാണെങ്കിൽ അലറി പൊളിച്ചിട്ടാണ് വരുന്നത്. ഇത് കണ്ടേക്ക് റൈലി പേടിച്ചോടുന്നു. അപ്പോഴാണ് എല്ലാവരും എഴുന്നേൽക്കുന്നത്. അവർ നോക്കുമ്പോൾ അവരുടെ അയൽക്കാരിയാണ്. ഇവളാണെങ്കിൽ ഹെൽപ്പെന്നും പറഞ്ഞ് ജനാലയുടെ മുകളിൽ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമില്ല. അങ്ങനെ ആ സ്ത്രീ പറയാണ്, എല്ലാവരും മരിച്ചു. സഹായിക്കാൻ ആരും വരാൻ പോകുന്നില്ല. അവർ വരുന്നുണ്ട്. അവരൊരിക്കലും നിങ്ങളെ കാണാൻ പാടില്ല. ഹൈഡ്. അപ്പോഴാണ് അവളുടെ പുറകിലായിട്ട് ആരോ നിൽക്കുന്നത്. പെട്ടെന്നാണ് വെള്ളം വന്ന് അവളെ അങ്ങ് കൊണ്ടുപോകുന്നത്. ഇത് കണ്ടേക്ക് ഇവരാണെങ്കിൽ പേടിച്ചു വിറച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, അവരുടെ വീടിന് ചുറ്റും റൈലി കണ്ട അതേ രൂപങ്ങൾ. പെട്ടെന്നാണ് വലിയൊരു വെളിച്ചം വരുന്നത്. ആ വെളിച്ചം പോയതും എല്ലാം ബാക്ക് ടു നോർമലാവുന്നു. അയൽക്കാരി മരിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം മാത്രമാണ് പറഞ്ഞത്, ഹൈഡ്. സോ വേഗം തന്നെ കർട്ടൻ ക്ലോസ് ചെയ്യുന്നു. ആൻഡ് റൈലി വരച്ച ചിത്രങ്ങൾ പരിശോധിക്കാൻ ആരംഭിക്കുന്നു. അച്ഛാ, ഇന്ന് കണ്ട അതേ രൂപ ഞാൻ അന്നും കണ്ട്. പക്ഷെ ഇത് ഭയങ്കര അഗ്രസീവാ. ഞാൻ കാണുമ്പോൾ വളരെ നൈസായിരുന്നു. റൈലി, നമ്മളെ പിടിച്ചു വെക്കുന്നതും പുറത്തുള്ളതും ഒരേ കാര്യമാണ്. അത് നൈസായിട്ട് എനിക്ക് തോന്നില്ല. ഇവരെല്ലാവരും പേടിച്ചിരിക്കുക. അത്രയും വലിയ മാരക കാഴ്ചയാണ് കണ്ട്. അങ്ങനെ ജെയ്സൺ പറയാണ്, നാളെ മുതൽ മഴ പെയ്യുന്ന സമയത്ത് കർട്ടൻ ഇടണം. നമ്മൾ ജീവനോടെ ഉണ്ടെന്ന് കാണിക്കുന്ന എല്ലാ സൈനുകളും ഇല്ലാതാക്കണം. അങ്ങനെ പിറ്റേ ദിവസമായി. റിച്ചാർഡ്സൺ ഒരു തുണി കൊണ്ട് തൻ്റെ ഭാര്യയെ പുതപ്പിക്കുന്നു. അതല്ലാണ്ട് വേറൊന്നും ചെയ്യാനില്ല. ഓരോരുത്തരും ആകെ ഇല്ലാണ്ടായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഈ സമയത്താണ് റൈലി മേളിലൊരു തുണിയും കെട്ടി യോഗ ചെയ്യുന്നത്. ആ തുണിയും വെച്ച് കുത്തിമറിയുന്ന എന്തോ സംഭവമാണ്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാ. ഇവളീ യോഗ ചെയ്യുന്നത് ചിമ്മിനിയുടെ തൊട്ടടുത്തുന്ന. ചിമ്മിനിയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ. മൊത്തം ക്രാക്കും വീണ് ആകെ നശിച്ചിരിക്കേ.
ഇവളുടെ ഈ യോഗം കൂടെ ആയപ്പോൾ ചിമ്മിനിയുടെ ക്യാപ്പ് അങ്ങ് പൊട്ടി വീഴുന്നു. അങ്ങനെ ജെയ്സൺ ചിമ്മിനിയുടെ അകത്തോട്ടൊന്ന് നോക്കുന്നുണ്ട്. അവൻ നോക്കുമ്പോൾ ആകാശം നല്ല ക്ലിയർ ആയിട്ട് കാണാനുണ്ട്. പക്ഷെ അതിൽ കൂടെ പുറത്ത് കിടക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല. ആ ഒരു ഓട്ടയിൽ കൂടെ റൈലിക്ക് പോലും പോകാൻ പറ്റില്ല. പക്ഷെ പരീക്ഷിക്കാണ്ട് വിട്ടുകളയുന്നത് ആന മണ്ടത്തരാവും. സോ തന്റെ ചൂണ്ടയുടെ മേളിൽ റൈലിയുടെ തുണിയും കെട്ടി റൈലിയെ മേളിലേക്ക് അയക്കുന്നു. പക്ഷെ ഇതൊന്നും ജെയ്സന്റെ ഐഡിയ അല്ലാട്ടാ, സാക്ഷാൽ റൈലിയുടെ ഐഡിയ ആണ്. അങ്ങനെ വലിച്ച് വലിച്ച് മേളിലോട്ട് കൊണ്ടുപോകുന്നു. ഇവളുടെ വെയിറ്റ് പോലും വീടിന് താങ്ങാൻ പറ്റുന്നില്ല. അത്രയും അധികം ക്രാക്ക് ഉണ്ട്. അങ്ങനെ റൈലി ഏറ്റവും മേളിൽ എത്തിയിട്ടുണ്ട്. അവളുടെ കൈ മാത്രമാണ് പുറത്തേക്ക് ഇടാൻ സാധിക്കുന്നുള്ളൂ. കൈയെങ്കിൽ കൈ. കാലങ്ങൾക്ക് ശേഷമാണ് പ്രകൃതിയുടെ ചൂടുമേറും ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് റൈലി ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നു. ഈ സമയത്താണ് വെതർ ചേഞ്ച് ആവുന്നത്. സോ അവരപ്പം തന്നെ താഴേക്ക് ഇറക്കുന്നു. അപ്പോഴാണ് കാസിയുടെ കണ്ടീഷൻ മോശമാവുന്നത്. അവൻ കൊട്ടും വയ്യ, മെഡിസിൻസ് ആണെങ്കില്ല. മരണം കാത്തിരിക്കുകയാണ് അവൻ. വേദന സഹിക്കാനാവുന്നില്ല. ഇത് കണ്ടേക്ക് ജെയ്സൺ ഒരു തീരുമാനമെടുത്തു. കാസിയെ കൊല്ലുക. അതാണ് അവൻക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കരുണ. എത്രയെന്ന് വെച്ചിട്ടാ വേദന തിന്നുക? ഇനിയിപ്പോൾ കൊന്നില്ലാന്നുണ്ടെങ്കിൽ 2-3 ദിവസം വേദനിച്ച് വേദനിച്ച് നരകിച്ചില്ലാണ്ടാവും. അങ്ങനെ കുട്ടികളെ മാറ്റുന്നു, ഗാരേജിലേക്ക് കൊണ്ടുപോകുന്നു, ഗണ്ണെടുക്കുന്നു, കൊല്ലുന്നു. അവരുടെ ഫാമിലിയുടെ ഒരു പാർട്ടായിരുന്നു കേസി. അവനില്ലാണ്ടായപ്പോൾ ജെയ്സന് സഹിക്കാൻ പറ്റുന്നില്ല. ഇനി ഇവർക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. കേസിയുടെ ജഡം എന്തു ചെയ്യും? വീടിന് പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. വീടിൻ്റെ അകത്താണെങ്കിൽ ഇടാനും പറ്റില്ല. അങ്ങനെ ഞാൻ പറയാണ്, നമ്മുടെ ചിമ്മിനിയിലിട്ട് കത്തിച്ചാലോ? അതാവുമ്പോൾ ഒരു ക്രിമേഷനാവും. ആ സമയത്താണ് ജെയ്സൺ ഒരു കാര്യം പറയുന്നത്. എത്ര നാളാണ് ഇങ്ങനെയെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഭാവിയിലേക്ക് വേണ്ട ഫുഡ് ഇപ്പോഴേ ശേഖരിച്ചു തുടങ്ങണം. അതിൻ്റെ ഭാഗമായിട്ട് കേസിയുടെ ഇറച്ചി സ്റ്റോർ ചെയ്യാനാ പുള്ളിക്കാരൻ്റെ പ്ലാൻ. ഇത് കേട്ടേക്ക് ഇവൾക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നു. അത്രയും കാലം വളർത്തിയ ജീവിയാണ്. ആൻഡ് ഒരു പട്ടിയുടെ ഇറച്ചി തിന്നാന്നൊക്കെ പറയുമ്പോൾ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ ജെയ്സൺ വളരെ കഷ്ടപ്പെട്ട് അവനെ വെട്ടി നുറുക്കുന്നു, ഫ്രീസറിനകത്ത് സൂക്ഷിച്ചു വെക്കുന്നു. അങ്ങനെ ബാക്കിയുള്ള വേസ്റ്റ് കത്തിക്കാൻ വേണ്ടി ചിമ്മിനിയുടെ താഴെയുള്ള ഫയർ പ്ലേസിലോട്ട് കൊണ്ടുവരുന്നു. അപ്പോഴാണ് മറ്റേ വൂൾഫ് ഡോഗ് പിന്നെയും വരുന്നത്. ഇത് കണ്ടേക്ക് ജെയ്സൺ മറ്റേ തുണിയും വെച്ച് വേസ്റ്റ് പുറത്തേക്ക് ഇട്ടുകൊടുക്കുന്നു. അവനത് കഴിക്കാനിരിക്കെ അപ്പോഴാണ് വെതർ ചേഞ്ച് ആവുന്നതും അവൻ പേടിച്ചോടുന്നതും. ഇതൊക്കെ കണ്ട് ജെയ്സൺ ആണെങ്കിൽ ആകെ ഇല്ലാണ്ടായിട്ടാണ് ഇരിക്കുന്നത്. ആ സമയത്താണ് മഴത്തുള്ളികളുടെ ആ പ്രതിഭാസം അവൻ നേരിട്ട് കാണുന്നത്. ഇവൻ ഗ്ലാസിന്റെ മേളിൽ കൈവച്ചതും അതേ രൂപത്തിലാണ് മഴത്തുള്ളികൾ ഇരിക്കുന്നത്. സത്യം പറഞ്ഞ അവരെന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത് പോലെ. പക്ഷെ ജെയ്സന് അതൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇവർ കർട്ടൻസ് എല്ലാം ക്ലോസ് ചെയ്യുന്നു. ആ സമയത്താണ് റൈലിയുടെ ചെടി കർട്ടൻ്റെ അപ്പുറത്തിരിക്കുന്നത്. ഇത് കണ്ടേക്ക് റൈലി അതങ്ങ് എടുക്കാൻ പോകുന്നു. പെട്ടെന്നാണ് ആ മാരക രൂപം പ്രത്യക്ഷപ്പെടുന്നത്. ഇത് കണ്ടേക്ക് മിണ്ടാതിരിക്കുന്നു. കയ്യും കാലും നീട്ടി വളർത്തിയ ഒരു തരം രാക്ഷസ രൂപം. കണ്ടാൽ ആരായാലും പേടിക്കും. അങ്ങനെ 3 മാസങ്ങൾക്ക് ശേഷം അവരെല്ലാവരും വിശന്നില്ലാണ്ടായിട്ടാണ് ഇരിക്കുന്നത്. റൈലി വിശക്കുന്നുണ്ട് എന്നും പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ വെജിറ്റബിൾ അല്ലാണ്ട് ഫുഡായിട്ടൊന്നുമില്ല. എല്ലാം കാലിയായിട്ടാണ് ഇരിക്കുന്നത്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് എല്ലാവരും. എന്നാണെങ്കിൽ ഒട്ടും വയ്യ. എത്രയും വേഗം ഫുഡ് കൊടുത്തില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോവും. ആ സമയത്താണ് ഗ്രഹാം താൻ വളർത്തുന്ന മീനിനെ നന്നാക്കി കൊണ്ടുകൊടുക്കുന്നത്. അതല്ലാതെ അവർക്ക് വേറെ മാർഗമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റേ വൂൾഫ് ഡോഗ് തിരിച്ചു വരുന്നത്. തിരിച്ചു വരാമെന്ന് മാത്രമല്ല, അന്നിട്ട് കൊടുത്ത വേസ്റ്റ് ഇന്നാണ് കഴിക്കുന്നത്. അത് കണ്ടേക്ക് ജെയ്സന് ഒരു ബുദ്ധി തോന്നുന്നു. അവൻ വേഗം തന്നെ ഗാരേജിലോട്ട് പോകുന്നു. അവിടെയുള്ള പഴയ സാധനങ്ങൾ കൊണ്ട് ഒരു ട്രാപ്പാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഈ ട്രാപ്പിൻ്റെ അറ്റത്ത് പട്ടിയുടെ ഇറച്ചി വെക്കുന്നു. ചിമ്മിനി വഴി പുറത്തേക്കിടുന്നു. അപ്പോഴാണ് ഒരു കുറുക്കൻ അങ്ങോട്ട് വരുന്നത്. അവനാണെങ്കിൽ കൂളായിട്ട് ഇറച്ചി കൊടുത്ത് പോകുന്നുണ്ട്. സോ ആ പ്ലാനും പാളി. പക്ഷെ ജെയ്സൺ വിട്ടുകൊടുക്കുന്നില്ല. പുതിയ ട്രാപ്പ് ഉണ്ടാക്കുന്നു, വെച്ചു കൊടുക്കുന്നു. അതിനകത്ത് ഈ കുറുക്കൻ കുടുങ്ങുന്നുണ്ട്. പക്ഷെ വലിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. അവൻ്റെ ഈ ട്രാപ്പിന് വെയിറ്റ് ഉള്ളതിനെ താങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ജെയ്സൺ ചെറിയ ചെറിയ മൃഗങ്ങൾക്കായിട്ടുള്ള ട്രാപ്പ് ഉണ്ടാക്കുന്നു. അതും തൻ്റെ കാറിൻ്റെ സ്പെയർ പാർട്സ് വെച്ചിട്ട്. ഇപ്രാവശ്യം ഒരു റബ്ബർ ട്യൂബാണ് തയ്യാറാക്കുന്നത്. അതാവുമ്പോൾ വലിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ട്രാപ്പ് വെക്കുന്നു. അപ്പോഴാണ് ഒരു സ്ക്യുരൽ വരുന്നതും അതിനകത്ത് കുടുങ്ങിപ്പോകുന്നതും. പിന്നെ പറയണ്ടല്ലോ, കുറെ കാലങ്ങൾക്ക് ശേഷമാണ് രുചിയുള്ളൊരു ഭക്ഷണം കഴിക്കുന്നത്. അതും അത്രയും ആസ്വദിച്ച് കഴിക്കുന്നത്. ആൻഡ് വീടിനകത്ത് തന്നെ വലിയൊരു രീതി കൃഷി തുടങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുന്നു. നിലം പൊളിച്ച മണ്ണിലേക്ക് ആനിന്റെ ചെറിയ ചെറിയ പ്ലാന്റ്സ് എല്ലാം നട്ടുപിടിപ്പിക്കുന്നു. ഇതിന്റെ ഇടയിൽ പലതരം ട്രാപ്പുകളാണ് ജെയ്സൺ സെറ്റാക്കിയെടുക്കുന്നത്. പക്ഷികളെ പിടിക്കാനുള്ള ട്രാപ്പ് അടക്കം അവൻ സെറ്റ് ചെയ്യുന്നു. ഈ ഒരു കാലയളവിൽ കുറെ പേര് വിശന്നു മരിച്ചു. ചിലർ തോറ്റുകൊടുത്തു. എന്നാൽ ഇവരെ പോലെയുള്ള ആളുകൾ വിട്ടുകൊടുക്കാതെ സർവൈവ് ചെയ്യുന്നു. പുറത്തുള്ളവർ ഡേഞ്ചറിലാണെങ്കിൽ അകത്തുള്ളവർ സർവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കറണ്ട് അങ്ങ് ഇല്ലാണ്ടാവുന്നത്.
സോ അതിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. അങ്ങനെ 5 വർഷങ്ങൾക്ക് ശേഷം അത്രയും കാലം അവർ ഈ വീടിനകത്ത് തന്നെ. ആനിൻ്റെ കൃഷി നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട്. ജെയ്സൺ ആണെങ്കിൽ പുതുതായിട്ട് ഓരോന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുക. വെള്ളം ശുദ്ധീകരിക്കുന്ന ഫിൽട്ടർ, കൃഷിക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഓട്ടോമാറ്റിക് ട്രാപ്പ്, അങ്ങനെ പലതും ഉണ്ടാക്കുന്നു. ഇനി ഗ്രഹാം ആൻഡ് റൈലി വളർന്ന് വലുതായിട്ടുണ്ട്. അവരിപ്പോൾ കുട്ടികളല്ല. കാര്യങ്ങളുടെ സീരിയസ്നെസ് അവർക്ക് നന്നായിട്ടറിയാം. അത് മാത്രമല്ല 5 വർഷങ്ങളായിട്ട് ഈ വീടിനകത്താ. അതുകൊണ്ട് തന്നെ ഭ്രാന്ത് കയറുന്നുണ്ട്. ഇവിടെ റൈലിയാണെങ്കിൽ ആ രാക്ഷസന്മാരെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നു. എപ്പോഴാണ് മഴ പെയ്യുക, എത്ര ടൈം പെയ്യും, അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും റൈലി കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നു. ഈ സമയത്താണ് പുറലോകം കാണിക്കുന്നത്. നാട് മൊത്തം കാടായിരിക്കുന്നു. കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദൃശ്യം കാണിക്കുന്നത്. 5 വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുന്ന ഡോറ് തുറക്കാൻ ആരംഭിക്കുന്നു. അതും ജസ്റ്റ് 5 സെക്കൻഡ് മാത്രം. അതിനൊരു കാരണമുണ്ട്. അതെന്താന്നും ഏതാന്നും നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഇവരുടെ വീടിൻ്റെ അവസ്ഥയാണെങ്കിൽ പറയാണ്ടിരിക്കുക നല്ലേ. ചുവരിലാകെ ക്രാക്ക് വന്നിരിക്കുകയാണ്. ഇനി എത്ര കാലം പോകുന്നുള്ളത് അറിയില്ല. അങ്ങനെ ജെയ്സൺ കഷ്ടപ്പെട്ട് അവൻ്റെ കാറങ്ങ് ബിൽഡ് ചെയ്യുന്നു. 5-6 വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴാണ് അത് സക്സസ് ആവുന്നത്. അങ്ങനെ ജെയ്സൺ ഈ കാറ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അവൻ അത്രയും സന്തോഷത്തിലാ. എന്നാൽ ഗ്രഹാം പറയാണ്, നിങ്ങളുടെ ഒരു പൊട്ട കാറ്, ഇതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലല്ലോ. ഇത് കേട്ടേക്ക് ഇവൻക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നുണ്ട്. ഡാ ചെറുക്ക, എൻ്റെ ലൈഫ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാ. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. അതാണ് എൻ്റെ ടാസ്ക്. അതിൻ്റെ ഇടയിൽ കൂടെ നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. പുള്ളിക്കാരൻ്റെ കൺട്രോൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള സ്ട്രെസ്സ് മൊത്തം പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് ചുമക്കാനാണ് നോക്കുന്നത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാം ഷെയർ ചെയ്യാനാ ആൻ പറയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ തൻ്റെ ഭർത്താവിനെ അവൾക്ക് നഷ്ടാവും, കുട്ടികൾക്ക് അവരുടെ അച്ഛനെ നഷ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഴ പെയ്യാൻ ആരംഭിക്കുന്നത്. ഇവരാണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ രാക്ഷസ രൂപം വീടിൻ്റെ ഫ്രണ്ടിലോട്ടങ്ങ് വരുന്നത്. ഇത് കണ്ടേക്ക് ഇവരാണെങ്കിൽ അപ്പം തന്നെ ഒളിക്കുന്നുണ്ട്. ആൻഡ് ആ രാക്ഷസൻ വെള്ളം കൊണ്ട് വീടിൻ്റെ വാതിലങ്ങ് തുറക്കുന്നു. ഇപ്പം മനസ്സിലായില്ലേ നേരത്തെ കണ്ട ദൃശ്യത്തിൻ്റെ അർത്ഥം? അകത്താളുണ്ടെന്ന് ഈ ക്രീച്ചറിന് മനസ്സിലായാൽ അവരകത്ത് കയറും, ചെക്ക് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഇപ്പം നടക്കാറുണ്ട്. അങ്ങനെ ആ രൂപം അകത്ത് കയറുന്നു. അവരാകെ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ സമയത്താണ് ഈ ക്രീച്ചറുടെ വായിന്ന് വെള്ളം വരാൻ തുടങ്ങുന്നത്. വായിന്ന് മാത്രമല്ല, ശരീരത്തിൽ നിന്നും വരുന്നു. ആൻഡ് അതേ വെള്ളം കൊണ്ട് ഇവരുടെ കൃഷി, കുടിവെള്ളം എന്ന് വേണ്ട സകലതും നശിപ്പിക്കുന്നു. ഇവരാണെങ്കിൽ 4 പേരും 4 സൈഡിലാണ് ഒളിച്ചിരിക്കുന്നത്. പെട്ടെന്നാണ് ആനിൻ്റെ ഭാഗത്തുനിന്ന് ശബ്ദം ഉണ്ടാവുന്നത്. അത് കേട്ടേക്ക് ഈ രാക്ഷസൻ വൈലൻ്റ് ആയിട്ടാണ് അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് ആനിനെ കാണുന്നില്ല. ഈ സമയത്താണ് ബാക്കിയുള്ള ക്രീച്ചേഴ്സ് വരുന്നത്. ഇത് കണ്ടേക്ക് ഈ രാക്ഷസൻ അവരുടെ കൂടെ പോകുന്നു. എന്നാൽ പോകുമ്പോൾ ഡോറടയ്ക്കുന്നില്ല. ഇത് കണ്ടേക്ക് ഗ്രഹമാണെങ്കിൽ ഓടിപ്പോകുന്നു. പക്ഷെ ഈ സമയത്ത് പുറത്തു കടന്ന പൊടി പോലും കിട്ടത്തില്ല. സോ ജെയ്സൺ അവനെ അങ്ങ് പിടിച്ചു വെക്കുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് ഡോറങ്ങടയുന്നത്. റൈലിയാണേലോ അതിൻ്റെ മേലിന്ന് വന്ന വെള്ളം രുചിച്ചു നോക്കുന്നു. നോക്കുമ്പോൾ ഉപ്പുവെള്ളമാണ്. ഇത് മനസ്സിലാക്കിയ റൈലിക്ക് എന്തൊക്കെയോ ഡൗട്ടടിക്കുന്നു. അങ്ങനെ മഴ മാറി. വാതിൽ തുറക്കാൻ പറ്റുമെന്ന് ഒന്നുകൂടെ ട്രൈ ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യമില്ല. അങ്ങനെ റൈലി അവളുടെ ഡൗട്ടുകളെക്കുറിച്ച് പറയുന്നു. ആ ക്രീച്ചേഴ്സിൻ്റെ വായിലും മേത്തും ഉപ്പുവെള്ളമാണ്. സാധാരണ ഓഷ്യൻ, കടൽ, ഇവിടൊക്കെയാണ് ഉപ്പുവെള്ളം ഉണ്ടാവുക. ആൻഡ് അവരുടെ ആ രൂപം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ രാക്ഷസൻ ഓഷ്യൻ്റെ അടിയിൽ ജീവിക്കുന്ന ഏൻഷ്യൻ ക്രീച്ചേഴ്സ് ആകാൻ നല്ല ചാൻസ് ഉണ്ട്. ലെവായതൻ, ക്രാക്കൻ, മെർമെയ്ഡ്, ഇങ്ങനെയുള്ള ജീവികളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവരാകാം ഇതെല്ലാം. ഓഷ്യൻ്റെ 20% മാത്രമാണ് മനുഷ്യർക്ക് അറിയുള്ളൂ. ബാക്കിയുള്ള 80% ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്യാനായിട്ടില്ല. പിന്നെ ഈ മഴ, അതിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏലിയൻസ് ആയിരിക്കില്ല. മഴയുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ഷനുള്ളത് സമുദ്രത്തിനാണ്. പിന്നെ ഈ ജീവികളുടെ തല ഒരു നീരാളിയുടെ രൂപമാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓഷ്യനിൽ ജീവിക്കുന്ന ഏൻഷ്യൻ ക്രീച്ചേഴ്സ് ആകാനാണ് സാധ്യത. അച്ഛാ, ഈ ലോകം അവരുടെയും കൂടിയാ. അവരാണ് നമ്മളെക്കാൾ മുമ്പുണ്ടായത്. സോ അവരുടെ ലോകത്തെ തിരിച്ചു പിടിക്കാനാണ് അവർ തിരിച്ചു വന്നിട്ടുള്ളത്. ഇത് കേട്ടേക്ക് ജെയ്സൺ ആണെങ്കിൽ ഇതൊന്നും കാര്യമാക്കി എടുക്കുന്നില്ല. അത് മാത്രമല്ല, പുള്ളിക്കാരനും മാനും ആകെ കയ്യിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. അവരത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഫാമാണ് ഒറ്റയടിക്ക് ഇല്ലാണ്ടായത്. ഇതും പറഞ്ഞ് 2 പേരും കൂടെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാകെ പാനിക്കായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഈ സമയത്താണ് ട്രാപ്പിനകത്ത് ഒരു കീരി കുടുങ്ങുന്നത്. ഇത് കണ്ടേക്ക് റൈലി അതിനെ സഹായിക്കാനാണ് നോക്കുന്നത്. എന്നാൽ ആ കീരി അവളുടെ കയ്യിലങ്ങ് കടിക്കുന്നു. ഇതറിഞ്ഞപാട് ജെയ്സൺ കീരിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നുണ്ട്. കീരിയാണ് കടിച്ചിരിക്കുന്നത്. സോ ഇൻഫെക്റ്റ് ആവുന്നു. നല്ല പനിയുണ്ട് അവൾക്ക്. ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ ആൻറ്റിബയോട്ടിക് നിർബന്ധമാണ്. പക്ഷെ ഇങ്ങനൊരവസ്ഥയിൽ എവിടെ നിന്നുണ്ടാക്കാനാ? അവരാകെ കുടുങ്ങിയിരിക്കുകയാണ്.
തൻ്റെ മകളുടെ കാര്യത്തിൽ ജെയ്സൺ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ ഒരു സങ്കടം, വാശി, ദേഷ്യം എല്ലാം കൂടായപ്പോൾ പുള്ളിക്കാരൻ്റെ കൺട്രോൾ പോകുന്നു. പിന്നെ പറയണ്ടല്ലോ, അവൻ്റെ കാർ കൊണ്ട് പുറത്ത് കടക്കാനാ നോക്കുന്നത്. പക്ഷെ അറിയാലോ, നടക്കുന്ന കാര്യമില്ല. അവൻ കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്തുണ്ടാക്കിയ കാറ് അങ്ങ് ഇല്ലാണ്ടാക്കുന്നു. അവസാനം സ്റ്റിയറിങ്ങിലിടിച്ച് അങ്ങേരുടെ ബോധവും പോകുന്നു. അങ്ങനെ ഈ സമയത്താണ് ആനും ഗ്രഹാമും കൂടെ അവനെ അങ്ങ് എഴുന്നേൽപ്പിക്കുന്നത്. അപ്പോഴാണ് പുള്ളിക്കാരനൊരു മാരക കാഴ്ച കാണുന്നത്. വീടിന്റെ അവസ്ഥയെക്കുറിച്ച് അറിയാലോ, മൊത്തം ക്രാക്കാണ്. അത്രയും ക്രാക്കുള്ള കാരണം ഈ വീടിന്റെ പൊസിഷൻ നൈസായിട്ട് മാറിയിട്ടുണ്ട്. ഓരോ ക്രാക്ക് വരുമ്പോഴും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടിക്കൊണ്ടേയിരിക്കുന്നു. പുറത്തുള്ള വാട്ടർ ബാരിയർ വീടിന് ചുറ്റുമാണുള്ളത്. അതുകൊണ്ടാണ് ചിമ്മിനി ഫ്രീ ആയിട്ടുള്ളത്. ആൻഡ് അവിടെ ക്രാക്കും ഉണ്ട്. ക്രാക്ക് വരുമ്പോൾ പൊസിഷൻ മാറും. സോ ബാരിയർ ഷിഫ്റ്റ് ആവുന്നു. ഇപ്പം ഈ വിള്ളൽ അടിയിലും വന്നിട്ടുണ്ട്. അങ്ങനെ ആ വിള്ളലും ഫോളോ ചെയ്ത് നേരെ ബാത്റൂമിലോട്ടാണ് പോകുന്നത്. പോവാന്ന് മാത്രമല്ല, ഒരു ഭ്രാന്തനെ പോലെ അതങ്ങ് ഇടിച്ച് തകർക്കുന്നു. നോക്കുമ്പോൾ ഇവരുടെ ടോയ്ലറ്റിൽ നിന്ന് മെയിൻ സ്വീവർ പൈപ്പിലോട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ആൻഡ് ഈ സ്വീവർ പൈപ്പ് ഇവിടെയുള്ള ഓരോ വീടുകളിലേക്കും കണക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. റിച്ചാർഡ്സൺ ആണെങ്കിൽ ഒരു ഡെന്റിസ്റ്റാണ്. പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് പോയാൽ ആൻറ്റിബയോട്ടിക് കിട്ടും. പിന്നെ ജെയ്സൺ വെറുതെ ഇരിക്കോ, പൈപ്പിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നു. പക്ഷെ അതൊരു ചെറിയ പൈപ്പാണ്, ജെയ്സനെ കൊള്ളത്തില്ല. സോ ആനാണ് പോകുന്നത്. ഒരു വോക്കി ടോക്കി, ക്യാമറ ഇതൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടാണ് ജെയ്സൺ എന്നെ പറഞ്ഞേക്കുന്നത്. അങ്ങനെ അവൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ നടന്ന് നടന്ന് റിച്ചാർഡ്സിന്റെ വീട് കണ്ടെത്തുന്നു, അകത്ത് കയറുന്നു. അപ്പോഴാണ് ഇവർക്കൊന്ന് സമാധാനാവുന്നത്. റിച്ചാർഡ്സന്റെ വീടിന്റെ അവസ്ഥ കണ്ട് ആകെ കിളി പോയിട്ടാണ് ആനിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഫ്ലഡ് വന്നതുപോലെയുണ്ട് ആ വീട് കാണുമ്പോൾ. ആൻഡ് റിച്ചാർഡ്സന്റെ വൈഫിന്റെ ബോഡിയിൽ നിന്ന് പുഴുക്കളല്ല, ഞെണ്ടാണ് വരുന്നത്. അങ്ങനെ തെരഞ്ഞ് തെരഞ്ഞ് ആന്റിബയോട്ടിക് കണ്ടെത്തി. ഈ സമയത്താണ് ഗ്രഹാമും ജെയ്സനും അവളോട് എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറയുന്നത്. കാരണം അവള് കാണാത്തൊരു കാഴ്ച അവർ കണ്ടിട്ടുണ്ട്. ആ രാക്ഷസൻ ആ വീടിന്റെ അകത്തുണ്ടായിരുന്നു. ഇതറിഞ്ഞപാട് വേഗം തന്നെ ബേസ്മെന്റിലോട്ടാ പോകുന്നത്. അവിടെയാണെങ്കിൽ ആകെ വെള്ളാണ്. അതിൻ്റെ ഇടയിൽ റിച്ചാർഡ്സിന്റെ മൃതദേഹമുണ്ട്. അത് കണ്ടേ കേനാണെങ്കിൽ പേടിച്ചലറാൻ തുടങ്ങുന്നു. പിന്നെ പറയണ്ടല്ലോ, ആ ശബ്ദം കേട്ടതും ആ ക്രീച്ചർ അവളുടെ പിന്നാലെ വരുന്നു. എന്തോ ഭാഗ്യത്തിന് ബേസ്മെന്റിൽ നിന്ന് സ്വീവർ പൈപ്പിലോട്ടൊരു കണക്ഷൻ ഉണ്ട്. പക്ഷെ ആ രാക്ഷസൻ അവളുടെ പിന്നാലെ തന്നെയുണ്ട്. ഇത് മനസ്സിലാക്കിയ ആൻ ഗണ്ണെടുക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ ആ ക്രീച്ചറിന് ഒന്നും സംഭവിക്കുന്നില്ല. കാരണം അവരുടെ മേല് ഷെല്ല് പോലെയുള്ള എന്തോ ഉണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ആൻ തിരിച്ചു കയറുന്നു. ക്രീച്ചറാണെങ്കിൽ പിന്നാലെ പോകുന്നുണ്ട്. അതകത്ത് കയറാണ്ടിരിക്കാൻ വേണ്ടി വീടിന്റെ ചുവരങ്ങ് പൊളിച്ചിടുന്നു, ആ ദ്വാരം അടയ്ക്കുന്നു. അതുകൊണ്ട് മാത്രം തൽക്കാലം രക്ഷപ്പെട്ടു. അങ്ങനെ വേഗം തന്നെ റൈലിക്ക് ആന്റിബയോട്ടിക് കൊടുക്കുന്നു, ഓക്കെ ആക്കുന്നു. പക്ഷെ ഇനി ഇവർക്ക് രക്ഷയില്ല. ആ ജീവികൾക്ക് മനസ്സിലായി ഈ വീടിനകത്ത് ആളുണ്ടെന്ന്. സോ ഏത് നിമിഷവും അവരകത്തോട്ട് വരും ഇവരെ കൊല്ലാനായിട്ട്. അങ്ങനെ ജെയ്സൺ പറയാണ്, ആൻ ഈ ക്രീച്ചർ നിന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ. സോ നിനക്ക് വേണ്ടിയായിരിക്കും അവരകത്ത് വരിക. നീയും കുട്ടികളും മേളിൽ ഒളിച്ചിരിക്കി, ഇവിടെ ഞാനുണ്ടാവും. അച്ഛാ, തോറ്റു കൊടുക്കാൻ എനിക്ക് വയ്യ. ഈ ജീവികൾ എന്തായാലും വാതിൽ തുറന്നകത്ത് കയറും. അതാണ് രക്ഷപ്പെടാനുള്ള ഏക മാർഗം. അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത്രയും കാലം സർവൈവിങ് മാത്രമായിരുന്നില്ലേ, ഇനിയേലും ഫൈറ്റ് ചെയ്യച്ചാ. ഇത് കേട്ടേക്ക് ജെയ്സൺ ഒരു തീരുമാനമെടുത്തു, എതിർത്ത് നിൽക്കാൻ. അല്ല, നമ്മൾ എന്തുകൊണ്ടാണ് ഫൈറ്റ് ചെയ്യുക? നമ്മുടെ കയ്യിൽ എന്തേലും ഉണ്ടോ? ഈ വീടുണ്ടല്ലോ, അത് തന്നെ ധാരാളം എന്നും പറഞ്ഞ് പ്രിപ്പയർഡ് ആവുന്നുണ്ട് ദി എൻറ്റയർ ഫാമിലി. ആ ക്രീച്ചറിനെ പിടിക്കാനുള്ള ഒരു ഗംഭീര ട്രാപ്പാണ് തയ്യാറാക്കുന്നത്. ആൻഡ് ജെയ്സന്റെ കയ്യിൽ അവ നിർമ്മിച്ചെടുത്തൊരു കിടിലൻ ഹാർപ്പൂണുണ്ട്. അങ്ങനെ ഇവർ 4 പേരും ക്രീച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് വെതറിന്റെ മട്ടും ഭാവം മാറുന്നത്. ശക്തമായിട്ടുള്ള മഴ, ലൈഫിൽ ഇന്നേ വരെ കാണാത്ത അത്രയും മോശമായിട്ടുള്ള വെതർ. പെട്ടെന്നാണ് ചിമ്മിനി കൂടെ വെള്ളം വരാൻ തുടങ്ങുന്നത്. അതുമാത്രമല്ല, അവിടെയുള്ള മുഴുവൻ പൈപ്പും പൊട്ടുന്നു. എന്തിന്, സ്വീവർ പൈപ്പ് വഴി അടക്കം അകത്തോട്ട് വെള്ളം കയറുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് പ്രളയം വന്നൊരവസ്ഥ. അവരുടെ പ്ലാനുകളെല്ലാം പാളി. അങ്ങനെ ഈ സമയത്താണ് ആ ക്രീച്ചർ അങ്ങ് വരുന്നത്. ഫൈറ്റ് ചെയ്യാന്നല്ലാണ്ട് അവർക്ക് വേറെ വഴിയില്ല. ജെയ്സൺ ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കാൻ. പക്ഷെ ഒരു കാര്യമില്ല, അത് പോകുന്നത് ആനിന് നേരെയാണ്. പിന്നെ ജെയ്സൺ ഒന്നും നോക്കിയില്ല, കത്തിക്കാൻ പറഞ്ഞിട്ട് സിഗ്നൽ കൊടുക്കുന്നു. ഇവരുടെ ട്രാപ്പിന്റെ ഭാഗമായിട്ട് കിടിലൻ ബോംബൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ ക്രീച്ചർ ആനിന് നേരെ പോകുന്നു. ആന് കത്തിക്കുന്നു, എറിയുന്നു. ആ ക്രീച്ചർ അങ്ങ് കത്തിപ്പിടിക്കുന്നുണ്ട്. ദേഷ്യം വന്ന ക്രീച്ചർ ആനെ പിടിച്ചങ്ങ് എറിയുന്നുണ്ട്. എന്നിട്ട് നേരെ ജെയ്സനെ കൊല്ലാനാ പോകുന്നത്. ഒരു വിധത്തിലാണ് ജെയ്സൺ അങ്ങ് ഷൂട്ട് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് കൊള്ളുകയും ചെയ്തു. എല്ലാം കൂടെ ഭ്രാന്ത് പിടിച്ച ജീവി ജെയ്സനെ എടുത്തിട്ട് അങ്ങ് എറിയുന്നുണ്ട്. വാട്ടർ ലെവലാണെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുക. സോ എത്രയും വേഗം മുകളിലെത്തണം. ആൻഡ് ഇവന്റെ ഹാർപ്പൂണ് മിസ്സാവുന്നു. അതെടുക്കാനായിട്ട് ഗ്രഹാമാണ് പോകുന്നത്. അങ്ങനെ സാധനം കിട്ടി. എന്നാൽ തിരിച്ചു കയറാൻ അവനക്ക് ശ്വാസം കിട്ടുന്നില്ല. ആൻഡ് ആ ക്രീച്ചർ അങ്ങോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോഴാണ് മേളിൽ നിന്ന് ഫ്ലോറും പൊളിച്ച് അവനെ അങ്ങ് രക്ഷിക്കുന്നത്. ആ ജീവിയാണേലോ അങ്ങോട്ട് വരാനും നോക്കുന്നുണ്ട്. എന്നാൽ ഇവര് സമ്മതിക്കുന്നില്ല. പെട്ടെന്നാണ് മേളിലോട്ടും വെള്ളം വരുന്നത്. എത്രയും വേഗം ട്രാപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കയ്യിന്ന് പോവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രാപ്പിന്റെ മെയിൻ സാധനം അവരുടെ കയ്യിലോട്ടങ്ങ് കിട്ടുന്നത്. അപ്പോഴാണ് ആ ക്രീച്ചർ അങ്ങോട്ട് വരുന്നത്. പിന്നെ പറയണ്ടല്ലോ, ട്രാപ്പിലേക്കുള്ള കയറാണ് കിട്ടിയിരിക്കുന്നത്. അതങ്ങ് വലിക്കുന്നു. അതോടുകൂടെ ജെയ്സന്റെ കാർ സ്റ്റാർട്ടാവുന്നു. സ്റ്റാർട്ടാവുക എന്ന് മാത്രമല്ല, ആ ജീവിയെ പിടിച്ചു നിർത്താനുള്ള ഇരുമ്പിന്റെ ഒരു സാധനം ചുറ്റാൻ ആരംഭിക്കുന്നു. കൂടെ ജെയ്സന്റെ ഹാർപ്പൂണും. പെട്ടെന്നാണ് അവിടെയുള്ള വെള്ളം മൊത്തം ഗ്യാരേജിലോട്ട് പോകുന്നത്. ഗ്യാരേജിൽ വലിയൊരു ക്രാക്ക് ഉണ്ടല്ലോ, അതിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. സോ വെള്ളം കുറയുന്നു. എന്നാൽ അടിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഏത് നിമിഷവും ഈ വീട് മൊത്തം തകർന്ന് തരിപ്പണാവും. അതിനു മുമ്പ് പുറത്തു കടക്കണം. പക്ഷെ സ്റ്റിൽ അതിന് സാധിക്കുന്നില്ല. പിന്നെ പറയണ്ടല്ലോ, ജെയ്സൺ കത്തിയെടുക്കുന്നു. എന്നിട്ട് വാതിൽ തുറക്കാനാ ഈ ക്രീച്ചറിനോട് പറയുന്നത്. നീ ഇത് തുറന്നില്ലെങ്കിൽ തീർക്കും ഞാൻ നിന്നെ. അപ്പോഴാണ് റൈലി അച്ഛനോട് നിർത്താൻ പറയുന്നത്. ക്രീച്ചേഴ്സിനെ കൊന്നുകഴിഞ്ഞാൽ അവർക്കൊരിക്കലും പുറത്തിറങ്ങാൻ സാധിക്കില്ല. അങ്ങനെ ഈ സമയത്താണ് ആ ക്രീച്ചർ അവനോട് എന്തോ പറയാൻ ശ്രമിക്കുന്നത്. അത് കണ്ടേക്ക് റൈലി പറഞ്ഞ ഓരോ കാര്യങ്ങളും അവൻ ഓർക്കാൻ തുടങ്ങുന്നു. പണ്ട് റൈലി കണ്ട ജീവികൾ അഗ്രസീവ് ആയിരുന്നില്ല. എന്നാൽ ഓടാൻ പോയ സ്ത്രീയുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. റിച്ചാർഡ്സിന്റെ വീട്ടിലാണെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. ജീവികളകത്ത് കയറുമ്പോൾ മാത്രമാണ് വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത്. ഇവരുടെ വീട്ടിലോട്ട് പല പ്രാവശ്യം കയറിയിട്ടുണ്ട്. പക്ഷെ ഇവർ അറ്റാക്ക് ചെയ്ത നിമിഷം മാത്രമാണ് വെള്ളപ്പൊക്കം വരുന്നത്. ഓടാൻ പോയ സ്ത്രീയാണേലും ശരി, റിച്ചാർഡ്സനാണേലും ശരി, ഇവരാണേലും ശരി, ആ ജീവിയെ ആക്രമിച്ചാൽ മാത്രമാണ് അവർ തിരിച്ചടിക്കുന്നത്. അല്ലാത്ത പക്ഷം അവർക്കൊരു കുഴപ്പമില്ല. ആൻഡ് ഓഷ്യൻ്റെ അടിത്തട്ടി ജീവിക്കുന്ന ഒരു ആൻഷ്യൻ ക്രീച്ചറാണ് ഈ മോൺസ്റ്റർ. അവർക്കാരും കൊല്ലണമെന്നില്ല. പ്രധാനമായിട്ടും 2 ലക്ഷ്യങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. വരാനിരിക്കുന്ന ഫ്ലഡിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുക. അതിനായിട്ട് അവർ തിരഞ്ഞെടുത്ത മാർഗ്ഗമാണ് വീടുകളെല്ലാം അടച്ചുപൂട്ടി അതേ വെള്ളം കൊണ്ട് ആളുകളെ സംരക്ഷിക്കുക. ഇനി രണ്ടാമത്തെ ലക്ഷ്യം, ഈ ലോകം നശിക്കാൻ തന്നെ കാരണം മനുഷ്യനാ. പൊല്യൂഷൻ, ഡീഫോറസ്റ്റേഷൻ എന്ന് വേണ്ട സകലമാന കാര്യങ്ങളും മനുഷ്യനാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അവർക്കറിയാത്തൊരു കാര്യമുണ്ട്. ഈ ലോകം അവരുടേത് മാത്രമല്ല, അവരെക്കാൾ മുമ്പ് ജീവിച്ചിരുന്ന ഇവരുടെയും കൂടിയാണ്. സോ ലോകത്തെ രക്ഷിക്കാൻ അവർ തിരിച്ചു വന്നു. ആൻ പറഞ്ഞതുപോലെ കപ്പലിലെ യഥാർത്ഥ കപ്പിത്താൻ തിരിച്ചു വന്നു. ഇതാണ് സംഭവം. അങ്ങനെ ജെയ്സൺ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനമെടുക്കുന്നു. അവൻ പിടിച്ചു വെച്ച ആ ക്രീച്ചറിനെ വിട്ടയക്കുന്നു. ഇത് കണ്ടേക്ക് ആ ക്രീച്ചറാണേലോ ആ ഡോറങ്ങ് തുറന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ പുറത്തു കടന്നു. ആ സമയത്താണ് ബാക്കിയുള്ള രാക്ഷസന്മാര് അവരെ അങ്ങ് വളയുന്നത്. എന്നാൽ ആ ക്രീച്ചർ അവരെ തടഞ്ഞു നിർത്തുന്നു. അവരോട് ക്ഷമ കാണിച്ചപ്പോൾ അവർ തിരിച്ചും കാണിക്കുന്നു. അങ്ങനെ അവർ തിരിച്ചു പോകുന്നു. ഇവരുടെ വീടാണേലോ തകർന്ന് തരിപ്പണായിട്ടുണ്ട്. അങ്ങനെ എല്ലാം അവസാനിച്ചു. 5 വർഷത്തിന് ശേഷം അവർ പുറംലോകം കണ്ടു. അപ്പോഴാണ് ഈ സിറ്റി കാണിക്കുന്നത്. ഇവരുടെ നെയ്ബർഹുഡ് ഒഴികെ എല്ലാം നശിച്ചിരിക്കുകയാണ്. വലിയൊരു മഹാപ്രളയം ഈ സിറ്റിയെ ഇല്ലാതാക്കി. അതിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയാണ് ചെയ്തത് ഈ ക്രീച്ചേഴ്സ്. അങ്ങനെ അപ്പുറത്തെ വീട്ടിലെ ബോട്ടും കൊണ്ട് പുതിയ സർവൈവേഴ്സിനെ തെരഞ്ഞുകൊണ്ട് അവരിറങ്ങിത്തിരിക്കുന്നു. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.